എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ക്രാബ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതല്ല, നല്ല വലിയ ഒരു 4 ക്രാബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പൊളിച്ചെടുത്ത് അടിപൊളിയായിട്ടൊരു കറി വെക്കാം കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു തക്കാളി, 4 ചെറിയ സവാള, ഒരു 10 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ക്രാബ് ആകുമ്പോൾ ഇച്ചിരി എരിവൊക്കെ വേണം, അതുകൊണ്ടാണ് 6 പച്ചമുളക് എരിവുള്ളത് എടുത്തിരിക്കുന്നത്. ഉണ്ടല്ലോ, ഇതെല്ലാം ഇതുപോണക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഈ പരുവത്തിന് തന്നെ അരിഞ്ഞെടുത്ത് വെക്കണേ. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ആ ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചട്ടി തന്നെ കറി വെക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഒരു 1/4 ടീസ്പൂണോളം കടുക് അതിലേക്ക് ചേർത്ത് കൊടുത്തേ. കടുക് ഒന്ന് മൂത്ത് വരട്ടെ. കടുക് പൊട്ടി വന്നപ്പോഴത്തേന് അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്ത് വരട്ടെ. അത് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കണേ. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത കളറായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞു വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കാവേ. കണ്ടല്ലോ, ഇതുപോണക്ക് നീളത്തിൽ കനം കുറച്ച് വേണം സവാള അരിഞ്ഞെടുക്കാൻ. അതല്ല, അതും ഒന്ന് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് ആ കൊച്ചുള്ളി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാവേ. കൊച്ചുള്ളി ഒന്നും ചെറുതായിട്ട് അരിയണ്ട, ഇച്ചിരി വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തു. അതിനോടൊപ്പം തന്നെ ആ പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കണേ. നീളത്തിൽ അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തേ. അല്ല, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴട്ടെ. വഴന്ന് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് സെറ്റായി കിട്ടേ. അതിനു വേണ്ടിയാണ് ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തേ. കണ്ടല്ലോ, അതോടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യണേ. അടിപൊളി ടേസ്റ്റായ ഒരു തിക്ക് ഗ്രേവി ഉള്ള ഒരു കറിയാണ്. ഇപ്പം ക്രാബ് ആയതുകൊണ്ട് തന്നെ അതിലുള്ളിലേക്ക് നല്ല എരിവൊക്കെ മാംസത്തിലേക്ക് പിടിക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് 1.5 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ല, അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പൊടികളൊക്കെ 1.5 സ്പൂൺ വീതം ചേർക്കുന്നത് ക്രാബിന് തോടിന് നല്ല കട്ടിയുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് അത് പിടിക്കാൻ വേണ്ടി, നല്ല എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് 2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യട്ടെ. ഈ സമയത്ത് ഞാനൊരു 1/4 സ്പൂണോളം ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ആ ഗ്രേവിയുടെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ഇനിയും ക്രാബിന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് കറി ലൂസ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടല്ലോ, ക്രാബെല്ലാം പരുവത്തിന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. നല്ല മാംസമുള്ള ക്രാബായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു ഈ കറി കഴിക്കാൻ കേട്ടോ. ചപ്പാത്തിയുടെ കൂടോ അപ്പത്തിൻ്റെ കൂടോ ചോറിൻ്റെ കൂടോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ അടിപൊളി കറിയായിരുന്നു കേട്ടോ. ഇതൊന്ന് അടച്ചു വെക്കുമ്പോഴത്തേന് നന്നായിട്ട് വെള്ളം ഇറങ്ങി നല്ല സെറ്റായി കിട്ടേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന്, ഇപ്പം തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ലൂസ് ഗ്രേവി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോഴത്തേന് നല്ല മുളക് പൊടിയൊക്കെ അങ്ങോട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് പൊങ്ങി നല്ല സെറ്റ് കറി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റത്തെ താമസമേ വരത്തുള്ളൂ. കണ്ടല്ലോ, നല്ല സെറ്റായിട്ടുണ്ട്. പച്ച കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് ഇളക്കി ആ ചൂടോടെ നല്ല മട്ടേരി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഒരു കറിയാണ്.
അപ്പം കണ്ടല്ലോ, ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.